ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന FA കപ്പിന്റെ സെമി ഫൈനലിനെ കുറിച്ചാണ്. സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് 4 ടീമുകൾ. ആ ടീമുകൾ ആരെയൊക്കെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ നാളത്തെ നടന്ന ഡ്രോയില് അതിനൊരു തീരുമാനമായിരിക്കണം. മാഞ്ചസ്റ്റർ സിറ്റി സദാംപ്ടൺ FC നേരിടാൻ പോകുന്ന ആഴ്സണലിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സദാംപ്ടൺ FC സെമി ഫൈനലിൽ യോഗ്യത നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ ലിവർപൂളിനെ 4-0 തരിപ്പണാക്കിയിട്ടാണ് അവര് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിക്കുന്നത്. അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ ചെൽസി ലീഡ്സ് യുണൈറ്റഡിനാണ് നേരിടാൻ പോകുന്നത്. ചെൽസി എന്ന് പറയുന്ന ടീം പോർട്ട്വില്ല എന്ന് പറയുന്ന ഒരു ടീമിനെ 7-0 അങ്ങനെ എന്താ പറയാ, ഒരു പാവങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊന്ന് കശാപ്പ് ചെയ്യാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ 7-0 സെവനപ്പ് കുടിപ്പിച്ചിട്ടാണ് അവര് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ലീഡ്സ് യുണൈറ്റഡിന്റെ കാര്യമാണെങ്കിൽ അവര് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരായിരുന്നു കളി ഉണ്ടായിരുന്നത്. അതില് നോക്കിയപ്പോ 92 മിനിറ്റ് വരെ 2 ഗോളിന് വിജയിക്കുന്ന ലീഡ്സ് യുണൈറ്റഡ് ആണ്. 92 മിനിറ്റിന് പ്ലസ് അഡോൺ ടൈം 11 മിനിറ്റാ കിട്ടിയത്. ആ സമയത്ത് 2 ഗോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് തിരിച്ചടിച്ച് വീണ്ടും പെനാൽറ്റിയിലേക്ക് പോകും. പെനാൽറ്റിയിൽ ഫസ്റ്റ് കിക്ക് തന്നെ വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ സേവ് ചെയ്യണം. അപ്പൊ വിചാരിച്ചു വെസ്റ്റ് ഹാമിന്റെ കാണികളൊക്കെ ഇടയിൽ വെച്ച് എണിച്ചു പോകാതെ 90 മിനിറ്റ് ആയപ്പോൾ എണീറ്റ് പോകാൻ തുടങ്ങി. അതിനുശേഷമുള്ള തിരിച്ചുവരവായിരുന്നു. അങ്ങനെ വീണ്ടും ലീഡ്സ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ 2 സേവുകൾ നടത്തി, കിട്ടില്ല സേവുകൾ. അങ്ങനെ പെനാൽറ്റിയിലൂടെ അവര് വിജയിക്കുകയാണ്. അങ്ങനെ സെമി ഫൈനലിലേക്ക് എത്തിയാണ്. ചെൽസിയാണ് നേരിടാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട സദാംപ്ടൺ FC കുറിച്ചാണ്. എന്താ പറഞ്ഞാൽ അവര് ആഴ്സണലിനെ പരാജയപ്പെടുത്തിയ രീതി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അവര് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കളിച്ചിട്ട് അതിൽ ചാമ്പ്യൻഷിപ്പിൽ 7ാം സ്ഥാനത്തൊക്കെ കിടക്കുന്ന ടീമാണ്. അത്ര വലിയ പറയാനുള്ള അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും പക്ഷെ അവര് ആഴ്സണലിനെതിരെ കളി കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താണ് കാണിച്ചത്. ആഴ്സണലിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം 1-2 ക്രോസ് ബാറിൽ തട്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2-3 ഡിഫൻസിൽ നല്ല 2-3 ടാക്കിളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ഗോളുകൾ വേണ്ടായിരുന്നു. അതേപോലെ ആഴ്സണലിനും ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ സദാംപ്ടന്റെ ഗോൾ കീപ്പറും അവരുടെ ഡിഫൻസും കട്ടയായിരുന്നു. അങ്ങനെ ആഴ്സണൽ വീണ്ടും പുറത്തായിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ കളി നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവര് കരബാവോ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടാണ് ഇന്റർനാഷണൽ ബ്രേക്കിൽ പോകുന്നത്. അപ്പോൾ ഒരു റീഫ്രഷ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു വിചാരിച്ചു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതിനേക്കാളും 8ന്റെ പണി വാങ്ങിച്ചിട്ടാണ് അവര് 2ാമത്തെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അതേപോലെ ഈ സീസണിൽ കോർ ട്രിപ്പിളൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ അവരുടെ മോഹങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നിലുള്ളത് ആകെ 2 ചാമ്പ്യൻഷിപ്പാണ്. അതും വിലപ്പെട്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അതേപോലെ ചാമ്പ്യൻസ് ലീഗുമാണ്. ഇംഗ്ലീഷ് പ്രീമിയറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇനി ആകെ 7 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. 9 പോയിന്റ് ലീഡൊക്കെ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. നോക്കുമ്പോൾ സിറ്റിയെക്കാളും 9 പോയിന്റ് ലീഡാണ്. പക്ഷെ സിറ്റി 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു മത്സരം കൊണ്ട് ആ മത്സരം ജയിക്കുകയാണെങ്കിൽ 6 പോയിന്റ് ലീഡാണ്. വ്യക്തമായിട്ട് ആഴ്സണലിനുള്ള കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാസം സിറ്റി ആയിട്ട് ഇത്തിഹാദിൽ വെച്ചൊരു ആഴ്സണൽ ഒരു മത്സരമുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സീസണിൽ ആഴ്സണലാണോ മാഞ്ചസ്റ്റർ സിറ്റിക്കാണെന്ന് കപ്പ് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു മാച്ച് തന്നെയാണത്. ആഴ്സണൽ ജയിക്കണമെങ്കിൽ ആഴ്സണൽ കപ്പ് തൂക്കും, സിറ്റി ജയിക്കണമെങ്കിൽ സിറ്റി കപ്പ് തൂക്കും. അതിൽ യാതൊരു സംശയം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേധാവിത്വമായി 9 പോയിന്റ് ലീഡായി അവരെങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കും. ഏകദേശം ആ സമയമാകുമ്പോഴേക്കും ഇനി 2-3 മത്സരങ്ങളൊക്കെ അവരെങ്ങനെ ജയിച്ച് അവർക്ക് ഒരു കോൺഫിഡന്റ് കൂടി കിട്ടും. ഇത്തിഹാദിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുന്ന പറഞ്ഞാൽ നല്ല കോൺഫിഡന്റിൽ അവർ പോയിട്ട് കപ്പടിക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ ഇവന്മാർക്കൊരു പ്രശ്നമുണ്ട്. അവസാനം കൊണ്ട് കലോട്ടുടയ്ക്കുന്ന പരിപാടി. കരബാവോ കപ്പിൽ നമ്മൾ കണ്ടു, ഇപ്പൊ FA കപ്പിൽ കണ്ടു. FA കപ്പിൽ അവസാനം എത്തിയില്ല. ആരോടാണ് തോറ്റ് പുറത്തായതെന്ന് ആലോചിക്കണം. അതുപോലെ ചാൻസുകളൊക്കെ ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഓഫ് ദ ടാർഗറ്റ് തന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുണ്ടായത്. പിന്നെ അവരുടെ ഗോൾ കീപ്പറിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. അതും എടുത്തു പറയണം. അവരുടെ ഡിഫൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന ഒരു ടീമാണ്. അവര് ആഴ്സണലിനൊത്ത ഒരു എതിരാളികളായിട്ട് തന്നെ ആ ഒരു ഗ്രൗണ്ടിൽ അവരുടെ 95 മിനിറ്റിലടക്കം അവരൊരു കിടിലൻ ചാൻസ് ക്രിയേറ്റ് ചെയ്തു പറയുമ്പോൾ അത് ആലോചിക്കണ്ടേ. അവരുടെ പോരാട്ടം 2-1 വിജയിച്ചു നിൽക്കുന്ന ക്ലബ്ബാണ്. അവർക്ക് ഡിഫൻസ് ചെയ്തിട്ട് ആ ഒരു മാർജിൻ തന്നെ കീപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവര് 95 മിനിറ്റിലും ഗോൾ കീപ്പർ നെഞ്ഞത്തേക്ക് ഒരു അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് സേവ് ചെയ്യണം. അങ്ങനെ ആഴ്സണൽ 2ാമത്തെ മേജർ ട്രോഫി ഒന്നും പുറത്തായിരിക്കണം. അവർക്ക് ഇനി മുന്നിലുള്ളത് 5 മത്സരങ്ങൾ ജയിച്ചാൽ ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ 7 മത്സരങ്ങൾ ജയിച്ചാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടാന്നുള്ള കാര്യമാണ്. അപ്പോൾ മൊത്തം 12 വിലപ്പെട്ട മത്സരങ്ങൾ അവര് തോൽവി അറിയാതെ മുന്നോട്ട് പോകണം. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചിലപ്പോൾ ഒരു മത്സരം സമനില, ഒരു മത്സരം തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരം ജയിച്ചാൽ മാത്രമാണ് അവർക്ക് ട്രോഫി സ്വന്തമാക്കാൻ പറ്റുക. എന്താണ് നോക്കൌട്ട് റൗണ്ടുകളാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ മത്സരം. ലിവർപൂളിനെ പണാക്കാൻ 4-0 വിജയമാണ്. അതിൽ ഗോളടി മിഷ്യനായ ഹാലണ്ട് ഹാട്രിക്കും അടിച്ചിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ ഒരു
എന്താ പറഞ്ഞാല് ആഴ്സണലിന്റെ എതിരെ ആ കരബാവോ കപ്പിന്റെ ഫൈനലിൽ എന്താണ് കളിച്ചത് അതിന്റെ ബാക്കി പത്രം തന്നെ പറയാം. ആദ്യ പകുതി തുടങ്ങിയപ്പോൾ തന്നെ ലിവർപൂൾ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലിവർപൂള് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെനാൽറ്റി ബോക്സിൽ നന്നായിട്ട് പ്രതിരോധം ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി കളിയുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. 39 മിനിറ്റിൽ പെനാൽറ്റി കിട്ടിയതോടുകൂടി പിന്നെ ഹാലൻഡ് അത് സ്കോർ ചെയ്യുന്നു. പിന്നെ തുടരെ അങ്ങോട്ട് ഹാലൻഡിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയില്ല, അമ്മാതിരി ഗോളുകളായിരുന്നു സ്കോർ ചെയ്തത്. നമ്മുടെ ഹോറലിനെ ഫൗൾ ചെയ്തതിനാണ് ആ പെനാൽറ്റി കിട്ടുന്നത്. അത് ശരിക്കും വാൻടാക്കിന്റെ ഒക്കെ എന്താണ് എന്ന് പറയപ്പെട്ടാണ് ആളുടെയൊക്കെ ഒരു ഇത് പോയതെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഈ സീസൺ തുടങ്ങിയ പോലെ അത്ര വലിയ അഗ്രഷനും അത്ര വലിയ ആ ഡിഫൻസിലെ ഒരു ഇതൊന്നും കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ 2-3 സീസണൊക്കെ നോക്കിക്കഴിഞ്ഞാലുള്ള ഇതൊന്നും അല്ല ഇപ്പൊ കാണുന്നത്. അതേപോലെ മുഹമ്മദ് സാലയുടെ കാര്യമൊക്കെ, സാല ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് വിട്ടുപോകുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആളുടെ ഒരു മത്സരം ഇപ്പോൾ അവസാനത്തെ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി, ആ സാൾട്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ആളുടെ ആ ഒരു അറ്റാക്കിങ്ങും അതേപോലെ തന്നെ ഇന്നലെ ആ ഒരു പെനാൽറ്റി മിസ്സാക്കാണ്. ആശ്വാസ ഗോൾ അടിക്കാം, അതേപോലെ തന്നെ ചിലപ്പോ ഒരു തിരിച്ചുവരവിലേക്കുള്ള ആ ഒരു ഇതായിരുന്നു, അതും കളഞ്ഞു. ട്രാൻഫോർഡ് ഇവരുടെ ഗോൾ കീപ്പർ ഡോണറൂമയ്ക്ക് പറ്റിയ പിൻഗാമി തന്നെയാണ്. എമ്മാതിരി സേവുകളും അതേപോലെ എമ്മാതിരി പാസുകളും അതേപോലെ എമ്മാതിരി ആ ഒരു എന്താ പറയാ ഗോൾ കീപ്പറായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഡൈവിങ്ങിലായിക്കോട്ടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു പെനാൽറ്റി കിക്ക് സേവ് ചെയ്തത് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സെമീനോന്റെ ഗോളും കൂടി വന്നുകൂടി 4-0 50 മിനിറ്റ് ആകുമ്പോഴേക്കും 4 ഗോൾ അടിച്ച് പിന്നെയും ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിവർപൂള് പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു 1-2 ഗോളെങ്കിലും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4-0 ലിവർപൂൾ പരാജയപ്പെടും. ലിവർപൂൾ ഈ സീസണിൽ ഇനിയിപ്പോ ആകെ ഉള്ളത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് മുന്നിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗൊന്നും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കിട്ടുമെന്ന് വരെ ഇപ്പോൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്, ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. അതിപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചെൽസിയുടെ ഒക്കെ ആ ഒരു മുന്നോട്ട് പോക്കിനനുസരിച്ചിരിക്കും. ഇനിയുള്ളതാകെ ചാമ്പ്യൻസ് ലീഗാണ്. അടുത്ത മത്സരം വരാൻ പോകുന്നത് PSG ആയിട്ടാണ്. കട്ടിയാണ്. മാഞ്ചസ്റ്റർ സിറ്റി അല്ല PSG എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിനും റയൽ മാഡ്രിഡിനൊക്കെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ഊർജ്ജം തന്നെ അവിടെ നിന്ന് വരുന്നതാണ്. അതെന്താവുന്ന PSG ആയതുകൊണ്ട് മാത്രമാണ് ഒരു ഡൗട്ട്. പക്ഷെ ലിവർപൂൾ പൊരുത്തുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാൾട്ടിന്റെ ഏകദേശം ഈ സീസണിനോട് കൂടി ഒരു സാൾട്ടിനെ മിക്കവാറും എടുത്തു പുറത്തിടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിയും സെമി ഫൈനലിൽ കയറി. ആ അടുത്ത ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് ചെറിയൊരു ടീമിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ 7-0 വിജയമാണ്. തെലങ്കും വിലങ്ങും കളി തുടങ്ങി 2-3 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഗോളുകൾ അടി തുടങ്ങി. ഞാൻ വിചാരിച്ചു ആഴ്സണലിനെ പോലൊരു ഫൈറ്റ് കൊടുക്കുന്ന ടീമൊക്കെ ആയിരിക്കും എന്ന് ചോദിച്ചു. പക്ഷെ അവര് ഒന്നും പോരാതെ 7 ഗോളിന് 7-0 എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാർജിൻ തന്നെയാണ്. അങ്ങനെ ലീഡ്സ് യുണൈറ്റഡ് ആയിട്ടാണ് ഇനി സെമി ഫൈനലിൽ മത്സരം വരാൻ പോകുന്നത്. ലീഡ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലം മത്സരം. ലീഡ്സ് യുണൈറ്റഡിന്റെ നല്ലൊരു കളി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് കളിച്ച് അവര് 2-0 ഇങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സമയം 90 മിനിറ്റ് ആയപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ കാണികളൊക്കെ ഗ്രൗണ്ട് വിട്ടു പോവാണ്. ആകെ അവരൊരു സാഡ് മൂഡ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് 90+2 മിനിറ്റിൽ ആദ്യ ഗോൾ വീഴുന്നത്. അസാധ്യമാണെന്നുള്ള ഇതിലാണ്. അങ്ങനെ ആഡ് ഓൺ ടൈം 11 മിനിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ 90+2 മിനിറ്റ് ഒരു കിടിലൻ ഗോളിലൂടെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം 90+6 മിനിറ്റിൽ വീണ്ടും സമനില ഗോൾ നേടും 2-2. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ട് നോക്കുമ്പോൾ വീണ്ടും ടെസ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ ലീഡ്സിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് തടയാണ്. പിന്നെ നോക്കുമ്പോൾ തിരിച്ച് നേരെ അടുത്ത അറ്റംപ്റ്റ് എടുക്കാൻ വരുന്നത് വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ അത് ലീഡ്സ് യുണൈറ്റഡ് ഗോൾ കീപ്പറും തടയാണ്. അങ്ങനെ 2 പെനാൽറ്റി കിക്കുകൾ തടഞ്ഞ് അവര് പെനാൽറ്റി കിക്കിൽ വിജയിക്കുകയാണ്. ലീഡ്സ് യുണൈറ്റഡ് അങ്ങനെ സെമി ഫൈനലിലേക്ക് വീണ്ടും എത്തുകയാണ്. സെമി ഫൈനൽ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സദംപ്ടൺ FC എത്രമാത്രം ഇതുണ്ടാക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ പോലെ ഒരു ടീമിനെ അവർ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും അട്ടിമറി വീണ്ടും ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. മാഞ്ചസ്റ്റർ സിറ്റി ആണെന്നുള്ള കാര്യമൊന്നും വിഷയമല്ല. എന്താ പറഞ്ഞാൽ ആഴ്സണലിനെ പോലെ ഒരു ടീമിനെ അവർ എങ്ങനെയാണ് മാനേജ് ചെയ്തെന്നുള്ള കാര്യം ഒക്കെ നമുക്ക് കണ്ടതാണ്. അപ്പൊ എന്തായാലും സിറ്റി അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും ഒരു പ്ലാനിങ്ങോടുകൂടി വരിക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ അട്ടിമറിച്ചിട്ടാണ് വരുന്നുള്ള ഒറ്റ കാര്യം തന്നെയാണ്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് പറ്റിയ എതിരാളിയാണ് ലീഡ്സ് യുണൈറ്റഡ്. അവർ എന്തായാലും പൊരുതാനുള്ള. അപ്പോൾ ഈ മാസം 25-ാം തീയതിയാണ് തോന്നുന്നുണ്ട് സെമി ഫൈനൽ നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് മത്സരം വരാൻ പോകുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് അടുത്ത മത്സരം വരാൻ പോകുന്നുണ്ട്. ആഴ്സണലിന് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് മത്സരം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സിറ്റിയുടെ കാര്യം കുറച്ച് കടുത്ത ഷെഡ്യൂളാണ്. പക്ഷേ സിറ്റിക്ക് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ
ആകെ അവർക്ക് ഇനി ചാമ്പ്യൻസ് ലീഗ് കളിക്കാനില്ല. ആ ഒരു ഗ്യാപ്പ് അവർക്ക് നല്ല ടൈം പീരീഡ് കിട്ടുന്നുണ്ട്. എന്താ പറഞ്ഞാൽ സിറ്റിക്ക് റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിറ്റിയെ പിടിച്ചു കിട്ടാൻ വലിയ പണിയാണ്. ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കളികൾ വരുന്ന സമയത്ത് അവർക്ക് പ്രശ്നം തന്നെയാണ്. അപ്പൊ ഹാലണ്ട് ഹാട്രിക്കുകളുടെ ഘോഷയാത്ര മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് അഗ്വാറോന്റെ ഏകദേശം ആ ഒരു 12-11 അങ്ങനെ ഹാട്രിക്കുകൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു തോന്നലുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പൊ ചെറുക്കി ആയിക്കോട്ടെ, ഹാലണ്ട്, അതേപോലെ അവരുടെ ഓറലിന്റെ ഒക്കെ കളി നോക്കിയാൽ മതി, മാസ്റ്റർ ക്ലാസ്. അതേപോലെ ബെർണാർഡോ സിൽവ, അങ്ങനെ അവരുടെ ടീം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പഴയ ഒരു സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലാണ് 0 കപ്പിൽ പോയിട്ടുള്ളത് അവർ. അപ്പൊ ഈ സീസണിൽ ആ ഒരു മേജർ ടൂർണമെന്റിൽ ട്രോഫി അടിച്ചു കഴിഞ്ഞു, കരബാവ് കപ്പിന്റെ. ഇനി അടുത്തത് FA കപ്പാണ് അവർക്ക്. ചാമ്പ്യൻസ് ലീഗ് എന്തായാലും പോയി. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എത്രമാത്രം എത്തിപ്പിടിക്കാവുന്നു എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ആ ഇത്തിഹാദിൽ നടക്കുന്ന ഒറ്റ മത്സരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കണേ മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റി ഇപ്രാവശ്യവും ആഴ്സണലിനെ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് ആക്കിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്നു ഏകദേശം ഉറപ്പാണ്. എന്താ പറഞ്ഞാൽ ആഴ്സണലിന്റെ കാര്യം നോക്കിയാൽ മതി, ഇപ്പൊ തന്നെ അവര് ഭയങ്കര പ്രഷറിലാണ്. അവര് ടോപ്പിലാണ് നിൽക്കുന്ന. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 9 പോയിന്റ് ലീഡ് ഉണ്ട്. പേപ്പറിൽ 9 ആണെങ്കിലും റിയലി ഒരു 6 പോയിന്റ് ലീഡ് ഉണ്ട് എന്നൊക്കെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അവർ ഇപ്പോഴും പ്രഷറിലാണ് കളിച്ചുകൊണ്ട്. ഇപ്പൊ അവസാന മത്സരങ്ങൾക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോക്ക് എത്രമാത്രം അവരുടെ കളിയേക്കാളും അവരുടെ ആത്മവിശ്വാസമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരായിരിക്കും കപ്പടിക്കുക എന്നത് കമന്റ് ബോക്സ് കമന്റ് ചെയ്യണം. അതേപോലെ ഇതില് മിക്കവാറും അട്ടിമറികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ചെൽസി വിസസ് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരിക്കും ഫൈനൽ മത്സരം വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.